കഴിഞ്ഞ ജനുവരി 17-ന് രോഹിത് മരിച്ചിട്ട് 10 വർഷം പിന്നിടുകയാണ്. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും രോഹിത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ രോഹിത് എന്ന ഐക്കോൺ ഇന്ത്യയിലെ തന്നെ സുപ്രധാന ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ലാർജറായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും വലിയ സിഗ്നിഫിക്കൻറ്റ് മാർക്കറായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രോഹിത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുമായിരുന്നു. രോഹിത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ വ്യക്തിജീവിതവും രോഹിത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും തമ്മിലുള്ളൊരു ബൈനറി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇത് വളരെ ഇൻ്റർട്വൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു രോഹിത്തിൻ്റെത്. ഒരു ദളിതനായി ഇന്ത്യയിൽ ജനിച്ച് അതിൻ്റെ പലതരത്തിലുള്ള സഫറിങ്ങുകളിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്നൊരു മുക്തി നേടുക എന്നുള്ള തരത്തിലാണ് രോഹിത്ത് HU പോലത്തെ ഒരു കോമൺ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പൊതു ഇടത്തിൽ നിന്ന് പോലും രോഹിത്തിനൊരു ബിലോങ്ങിങ്നെസ് കണ്ടെത്തൽ അസാധ്യമായിരുന്നു. രോഹിത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തെയും ഈ സമൂഹത്തെയും ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി രോഹിത് എല്ലാ കാലത്തും ഓർക്കപ്പെടും. രോഹിത് വെമുല ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. 1989-ലാണ് ജനിക്കുന്നത്, ജനുവരി 30. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദളിതനായി ജനിച്ചത് ഇതിൻ്റെ എല്ലാ സഫറിങ്ങുകളും അനുഭവിക്കേണ്ടി വന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു വന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന അദ്ദേഹം മറ്റൊരു ജനുവരി 17-ന് അദ്ദേഹം വ്യവസ്ഥാപിതമായ കൊലപാതകം നടക്കപ്പെടുകയാണ്. അദ്ദേഹം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയവും ഇടപെടലുകളുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതൊക്കെ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ രോഹിത്തിനെ അറിയുന്നതും കേൾക്കുന്നതൊക്കെ എൻ്റെയൊക്കെ ഒരു +2 കാലം കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും കേരളത്തിലെ വ്യത്യസ്ത ക്യാമ്പസുകൾ പഠിക്കാൻ ഡിഗ്രിക്ക് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നു. അവരുടെ ഡിഗ്രി കാലത്തിന് ശേഷം അതിൽപ്പെട്ട 1-2 ആൾക്കാർ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ചേരുന്നു. അവരിലൂടെയാണ് ഞാൻ രോഹിത്തിനെ അറിയുന്നത്. പിന്നീട് രോഹിത്തിനെ വായിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള ഇടപെടലുകളിലൂടെ വായിച്ചാണ് രോഹിത്തിനെ അറിയുന്നത്. ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള വ്യത്യസ്ത ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സാമാന്യമായ ധാരണകൾ ഉണ്ടാകുന്നത്. രോഹിത്ത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് മുതൽ പലതരത്തിലുള്ള ട്രാൻസിഷൻസ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായങ്ങളിലും ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരു സന്ദർഭത്തിൽ SFIക്കാരനായ എന്നൊരു രോഹിത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം മാറുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രോഹിത്തിൻ്റെ ഒരു നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള ഒരു പുതുക്കലുകൾക്ക് എപ്പോഴും വിധേയനായ ആൾ കൂടിയായിരുന്നു രോഹിത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിത്ത് ക്യാമ്പസിലേക്ക് വന്നത് മുതൽ ആ സമയം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് ആ ടൈം പീരീഡ് തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് മണ്ഡലാനന്തരമുള്ള ഒരു റിസർവേഷൻ, അതിലൂടെ ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിലേക്ക് പിന്നാക്ക ജാതികളിൽ നിന്നുള്ള അത്തരം മനുഷ്യർ ധാരാളമായി കടന്നു വരുന്നു. അവരുടെ ജീവിതങ്ങൾ പറയപ്പെടുന്ന ക്യാമ്പസുകൾ ഉണ്ടാകുന്നു, അവരുടെ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന ക്യാമ്പസുകൾ ഉണ്ടാകുന്നു. ആ സമയം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. 1991 മുതലാണ് രോഹിത്ത് ക്യാമ്പസിലേക്ക് രോഹിത്തിൻ്റെ സന്ദർഭത്തിലുള്ള 1991 മുതലാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. 91 മുതൽ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ PSF എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മൂവ്മെൻറ്റുകളുണ്ട്. പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് തന്നെ ആ സമയത്തുള്ള ആളുകൾ വിവരിക്കുന്നതനുസരിച്ച് ക്യാമ്പസ് തന്നെ ഒരു ഡിവൈഡായി നിൽക്കുന്ന ഒരു ക്യാമ്പസായി ആ സമയത്ത് മാറുന്നുണ്ടെന്നുള്ളതാണ്. മണ്ഡൽ പ്രക്ഷോഭത്തെ അനുകൂലിക്കുന്നവരും മണ്ഡലാനന്തരമുള്ള ആൻറ്റി മണ്ഡൽ എന്ന സ്വഭാവത്തിൽ ടേക്കെടുക്കുന്നവരും, ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അധികാരികൾ, ഇതെല്ലാം 2 ബ്ലോക്കായി നിൽക്കുന്ന സ്വഭാവത്തിൽ ക്യാമ്പസിനെ മാറ്റി തീർത്ത ഒരു സന്ദർഭം കൂടിയാണ് 1991 ശേഷമുള്ള ഒരു കാലമെന്ന് ആ സമയത്ത് അവിടെ പഠിച്ചാലും പിന്നീട് വ്യത്യസ്ത മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ ആളുകളൊക്കെ പറയാറുണ്ട്. ആ PSF ആണ് പിന്നീട് വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിലുള്ള മൂവ്മെൻറ്റുകൾക്ക് പല മൂവ്മെൻറ്റുകളായി പിന്നീട് വഴിപിരിയുന്നുണ്ട്, പിറവിയെടുക്കുന്നത്. അപ്പം അങ്ങനെ രോഹിത്ത് ക്യാമ്പസിലേക്ക് വന്നത് മുതലുള്ള പോരാട്ടങ്ങളിൽ
ഒരു ജാതി വിരുദ്ധ ആൻറ്റി കാസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ സമരങ്ങൾ, റിസർവേഷന് വേണ്ടിയുള്ള സമരങ്ങൾ, അടിച്ചമർത്തൽക്കെതിരെയുള്ള സമരങ്ങൾ, ക്യാമ്പസിലുണ്ടാകുന്ന വ്യത്യസ്ത റാഗിങ് പോലെയുള്ള ഇതിനെതിരെയുള്ള സമരങ്ങൾ, അഡ്മിഷൻ സമയത്ത് ഇത്തരം കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ കൊടുക്കുന്ന പലതരം ആക്ടിവിറ്റീസ്, ഇതിലൊക്കെയും രോഹിത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ സമയത്ത് പറയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രോഹിത്തിൻ്റെ ലൈഫ് അത് തന്നെയാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും വേർപെടുത്താൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കുറേ കൂടി രോഹിത്തിൻ്റെത് വായിക്കപ്പെടേണ്ടുന്നതും വിപുലീകരിക്കാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ടുള്ള നിരന്തരമായി പുതുക്കാൻ കഴിയുന്നതുമായ ശേഷി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹത്തിനെ ഇൻസ്റ്റിറ്റ്യൂഷണലി സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് മറ്റൊക്കെ നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി സൂചിപ്പിച്ചാൽ. ഇതിൽ രോഹിത്തിൻ്റെ രാഷ്ട്രീയം, പക്ഷേ രോഹിത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രോഹിത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. ഇപ്പോൾ അതിൽ ഞാൻ അരുൺ അശോകൻ മുമ്പ് രോഹിത്തുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു കുറിപ്പിൽ സി അയ്യപ്പൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സി അയ്യപ്പൻ ഒരു ദളിത് കഥാപാത്രത്തെ നായകനാക്കിക്കൊണ്ട് ആ കഥാപാത്രം ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ പറയുന്നത്, ഇതെൻ്റെ ഒരു ആത്മഹത്യയല്ല, മറിച്ച് ഇതെൻ്റെ ഒരു പുനർജീവനം ആണ്. ഇതുപോലെ രോഹിത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളെ തന്നെ വലിയ അർത്ഥത്തിൽ പുനരുജ്ജീവിപ്പിച്ച ഒരു ക്യാമ്പസ് പൊളിറ്റിക്സിൽ തന്നെ ഒരു റിവൈവൽ കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയ ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അതിൽ സവിശേഷമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രോഹിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം രോഹിത്ത് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്സിനാണ് അതിന് സാധ്യമാക്കിയത്. അപ്പം അത് രോഹിത്തിൽ നിന്ന് തുടങ്ങിയതോ രോഹിത്തിൽ നിന്ന് അവസാനിച്ചതോ ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് അല്ല, മറിച്ച് ഇന്ത്യയിൽ ചരിത്രപരമായിട്ടുണ്ടായിരുന്ന ഇവിടെയുള്ള വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉയർത്തിയ ഒരു പൊളിറ്റിക്സിനെ മുൻനിർത്തിയായിരുന്നു രോഹിത്ത് അടക്കം അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചതെന്ന് കാണാം. ഇപ്പോൾ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ എടുത്ത് പരിശോധിച്ച് ഇവിടുത്തെ SFI ആകട്ടെ, KSC ആകട്ടെ, ABVP ആകട്ടെ, നമ്മൾ വലിയ അർത്ഥത്തിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് വിളിക്കുന്ന പരമ്പരാഗത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഇവർ മൊത്തം നമ്മുടെ ലോകത്തെ നോക്കിക്കാണുന്ന, രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ഒരു സമീപനമുണ്ട്. ഇപ്പോൾ ABVP ആകട്ടെ, BJP ആകട്ടെ, ഇവരൊരു അതേപോലെ തന്നെ കോൺഗ്രസ് ആകട്ടെ, ഇവരുടെ ഒരു ദേശീയ രാഷ്ട്രീയ ഫ്രെയിംവർക്ക് ഉണ്ട്. ഒരു ഭാഗത്ത് തീവ്ര ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ സവർണ ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പൊളിറ്റിക്സിനെയാണ് ഇവിടുത്തെ ഒരു ലാർജർ റൈറ്റ് വിഭാവന ചെയ്യുന്നതെങ്കിൽ, അതിന് നേരെ വിപരീതമായിട്ട് വർഗരാഷ്ട്രീയം എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് ലെഫ്റ്റ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇതിനപ്പുറം ഒരു വൈജ്ഞാനിക രാഷ്ട്രീയ ലോകമുണ്ട് എന്നത് ഇവിടെയുള്ള വ്യത്യസ്ത അടിച്ചമർത്തപ്പെടുന്ന അതല്ലെങ്കിൽ അദൃശ്യമാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ മുന്നോട്ട് വെച്ചൊരു ജ്ഞാന രാഷ്ട്രീയ പദ്ധതിയായിരുന്നു. അതിനപ്പുറം ലെഫ്റ്റിനും റൈറ്റിനും അപ്പുറമുള്ള വ്യത്യസ്ത ലോകമുണ്ട്. അതിൽ ജാതി വളരെ പ്രധാനപ്പെട്ടതാണ്, സമുദായം വളരെ പ്രധാനപ്പെട്ടതാണ്, ആത്മീയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, മതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്തത് ഈ രാഷ്ട്രീയം അതിനെ സമീപിച്ചത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ഡൽ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ തന്നെ ഒരു ജനാധിപത്യ സ്ഫിയറിനെ തന്നെ വലിയ അർത്ഥത്തിൽ വിപുലപ്പെടുത്തുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഗെയിൽ ഓംവെൽറ്റ് അവരുടെ ഒരു പുസ്തകത്തിൽ ഒന്നാം മണ്ഡലം എന്ന് നമ്മൾ പറയുന്നത് 1989 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്തുള്ള സന്ദർഭം. അപ്പോൾ അത് ഗെയിൽ ഓംവെൽറ്റ് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ ചെയ്തിരുന്നു, റിവൈവൽ ചെയ്ത ഒരു നിമിഷമായിരുന്നു ഈ മണ്ഡൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ആന്തരികമായിട്ടുള്ള ഒരു അടിച്ചമർത്തലിനെ പബ്ലിക്കിൻ്റെ സ്ഫിയറിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷമായിരുന്നു പറയാം. അപ്പോൾ ഇതിനെ തുടർന്നാണ് വലിയ അർത്ഥത്തിലുള്ള സാമൂഹിക പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പിന്നീട് നിലകൊണ്ട അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ
ഈ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ്. മണ്ഡൽ പിന്നെ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഡയറക്റ്റീവ്സ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ PSFും ASA ഒക്കെ എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ അതിൻ്റെ ഒരു രൂപീകരണ പശ്ചാത്തലം. അപ്പോൾ ഇത് പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന 1989 അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിൽ മണ്ഡൽ പ്രക്ഷോഭം മാത്രമല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ആ സന്ദർഭത്തിൽ നടന്ന വ്യത്യസ്ത രാഷ്ട്രീയ മൂവ്മെൻറ്റുകൾ നോക്കണം. ഒന്ന് രാമജന്മഭൂമി മൂവ്മെൻറ്റ്, ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം. ഇത് ഇന്ത്യയിൽ വലിയ അർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ റിവൈവൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റിക്കിടയിൽ, OBCകൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മുൻനിർത്തിയുള്ളൊരു പുതിയൊരു രാഷ്ട്രീയത്തെ എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ ഇന്ത്യയിൽ ലെഫ്റ്റും റൈറ്റും പറയാത്തൊരു രാഷ്ട്രീയത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രോഹിത് അടക്കം പിന്നീട് വരുന്നത്. അപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഈ മണ്ഡൽ രാഷ്ട്രീയത്തിൽ ഉയർത്തിയിട്ടുള്ള ഒരു സവിശേഷത പ്രതിഫലിക്കുന്നത് 2006 സവിശേഷമായിട്ട് വരുന്നത്. 2006 പ്രത്യേകത എന്നാൽ 2006 സെൻട്രൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ട് വരുന്നത്. സെൻട്രൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റാണ് OBC റിസർവേഷൻ എന്ന് പറയുന്ന 27% OBC റിസർവേഷൻ ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ OBC റിസർവേഷൻ കൂടി വന്നതോടുകൂടി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ, പ്രധാനമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ എക്കോസിസ്റ്റം മാറുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻറ്റ് എക്കോസിസ്റ്റത്തിൽ 50% SC ST OBC സ്റ്റുഡൻസ് വരികയാണ്. അവിടുത്തെ അധ്യാപക പ്രാതിനിധ്യത്തിൽ മാറ്റം വരികയാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രസൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവവും അവിടുത്തെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവവും മാറ്റം വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് 2006 മുതൽ കാണാൻ കഴിയും. ഇപ്പോൾ 2006 മുതൽ ഈ പറയുന്ന വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. അവിടെ പരമ്പരാഗതമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കാണുന്നു. പക്ഷെ അവർക്കൊരു നിലയ്ക്കും അവരുടെ ഗ്രാമത്തിലുള്ള, അവരുടെ നാട്ടിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ അവർ ഇതുവരെ പരിചയിച്ച രാഷ്ട്രീയ ഭാഷയോട്, പൊളിറ്റിക്കൽ ഐക്കൺസിനോട് ഒരു നിലയ്ക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ. അങ്ങനെയാണ് വ്യത്യസ്ത സ്വതന്ത്ര മൂവ്മെൻറ്റുകൾ രൂപപ്പെട്ടു വരുന്നതായി കാണാൻ കഴിയും. ഇപ്പോൾ പിന്നെ ഇവിടെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നേരത്തെ തന്നെ രൂപപ്പെട്ട് അത് സജീവമായി വരുന്നു. അതുപോലെ തന്നെ ബിർസ ഫുലെ സ്റ്റുഡൻസ് അസോസിയേഷൻ, ബാപ്സ് പോലെയുള്ള സംഘടനകൾ JNUവിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഓൾ ഇന്ത്യ OBC അതർ ബാക്ക്വേർഡ് സ്റ്റുഡൻസ് ഫോറംസ് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ബാംസഫിനെ പോലെയുള്ള സംഘടനകൾ വരുന്നുണ്ട്. കാശ്മീരി സ്റ്റുഡൻസ്, പ്രാദേശികത എന്ന് പറയുന്ന ഇതിനെ ഒരു ഐഡന്റിറ്റി ആക്കിയിട്ട് വരുന്നുണ്ട്. ഇതിനോട് രണ്ട് രൂപത്തിലാണ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയം പാർട്ടികൾ സമീകരിച്ചത്. ഒന്ന് തീവ്ര ദേശീയ പാർട്ടികൾ അതിനെ തീവ്രവാദം, പിന്നെ വർഗീയത തുടങ്ങിയ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ അടിച്ചമർത്താൻ നോക്കിയതെങ്കിൽ ലെഫ്റ്റ് എന്ത് ചെയ്തു, അതിനെ സ്വത്വവാദം എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് ഭാഷയും ഒരുമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതേ ഈ ഭീകരവാദം, വർഗീയത ഭാഷയിലേക്ക് ലെഫ്റ്റും സ്വത്വവാദം എന്നതിൽ നിന്ന് മാറി ഒരുമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനെ വെച്ചിട്ടാണ് അടിച്ചമർത്താൻ നോക്കിയത് നമുക്ക് കാണാം. ഇതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, 2006 മുതൽ വ്യത്യസ്ത സംഘടനകൾ, ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ സംഘടന രൂപം മാത്രമല്ല, ഇപ്പൊ IITകളൊക്കെ എടുത്ത് നോക്കിയാൽ സ്റ്റഡി സർക്കിളുകൾ രൂപീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഫൂലെ സ്റ്റഡി സർക്കിളുകൾ, അംബേദ്കർ സ്റ്റഡി സർക്കിളുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള മാൽക്കം എക്സ് സ്റ്റഡി സർക്കിളുകൾ. ഇപ്പൊ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതവും നമ്മുടെ പൊളിറ്റിക്സും അക്കാഡമിക്സും എന്താണ്, ഇത് ഒന്നും വേറിട്ടതല്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവെ തിയറി എന്ന് പറയുന്നത്, സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രാക്ടീസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് എന്ന ഒരു പ്രയോഗമുണ്ട്. ലെഫ്റ്റും റൈറ്റും അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വയം നിലയ്ക്കാണ് തിയറൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്കിൽ തന്നെ നോക്കണം, രോഹിത്തിന്റെ രക്തസാക്ഷിത്വത്തെ പറഞ്ഞ വാക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ്. ആ വാക്ക് തന്നെ എന്താണ്, വലിയ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക ജീവിതം. രോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്. അല്ലെങ്കിൽ അത് ഇപ്പോൾ 2014 മുതൽ 2022 വരെ ഇന്ത്യൻ ക്യാമ്പസുകളിൽ, IITയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 122 ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, വിദ്യാർത്ഥികൾ. അതിൽ 50% SC ST ആളുകളാണ്. അതുപോലെ പിന്നെ കാശ്മീരി സ്റ്റുഡൻസ് ഉണ്ട്, മുസ്ലിം സ്റ്റുഡൻസ് ഉണ്ട്. ഇത് രോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല എന്ത് ചെയ്യുന്നത്, വ്യക്തി എന്തോ മാനസിക പ്രയാസം ഉണ്ടായല്ല, മറിച്ച് അതൊരു സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ആ രോഹിത്തിനെ അടക്കമുള്ള ഈ പറയുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പുറന്തള്ളുന്ന ഒരു സിസ്റ്റമാണ്. രോഹിത്തിന്റെ പിന്നെ ഇൻസിഡന്റ് ശരിക്കും അത് റീകാൽക്കുലേറ്റ് ചെയ്താൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. രോഹിത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ മോഡലിലേക്ക് കടക്കുന്ന ഇൻസിഡൻസ് ഉണ്ടാകുന്നത്
പിന്നെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പിന്നെ PG പഠനകാലം മുതൽ തന്നെ ASIയിലൂടെ അദ്ദേഹം പോരാട്ടങ്ങൾ തുടങ്ങുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കണ്ണിലെ കരടായിട്ട് ആ സമയത്ത് തന്നെ മാറുന്നുണ്ട്. അതേസമയത്ത് പിന്നെ ഓഗസ്റ്റ് 2016 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടാകുന്നത്. 2016 ഓഗസ്റ്റിൽ ഉണ്ടാകുന്ന പരാതിയെ തുടർന്ന് സെപ്റ്റംബറിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ അവിടുത്തെ ഒരു ABVP ലീഡറെ മർദ്ദിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നത്. പിന്നീട് അറിയാൻ കഴിയുന്നത് ഇത് കേന്ദ്രമന്ത്രിമാർ വരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്മൃതി ഇറാനിക്ക് കത്തയച്ച് അവിടുത്തെ MP കത്തയച്ചതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഈ കേസിൽ പ്രതിയും കൂടിയാണ്. രോഹിത് കേസിൽ പ്രതി കൂടിയാണ് അദ്ദേഹം. ദത്താത്രേയ അല്ലേ അദ്ദേഹം പേര് എന്നാണ് ഓർമ്മ. അപ്പോൾ സെപ്റ്റംബറിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ജനുവരി വരെയുള്ള അത്രയും ഒരു പ്രൊലോങ്ഡ് സമയം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും തിരിച്ചെടുക്കാതിരിക്കുകയും ആ ഒരു പിന്നെ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല സമയത്ത് രോഹിത്തിൻ്റെ ഒപ്പം തന്നെയുള്ള 5 ദളിത് സ്കോളേഴ്സും ഈ അധികാരികളോട് VCയോടൊക്കെ കത്തെഴുതുന്നുണ്ട്. അതിൽ വളരെ ഫ്യൂരിയസായ കത്ത് രോഹിത്തിൻ്റെ ഒരു കത്തുണ്ട്. നിങ്ങൾക്ക് ഇവർക്ക് JRF ഉള്ള അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് ഈ ഫെലോഷിപ്പ് തടഞ്ഞു വെക്കുന്നുണ്ടല്ലോ. വളരെ പ്രയാസപ്പെടുന്ന സാമ്പത്തിക അവസ്ഥയിൽ വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പ് തടഞ്ഞു വെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് അവർ നിൽക്കുന്നത്. ആ സമയത്ത് രോഹിത് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, ഈ VCക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫെലോഷിപ്പ് നേടാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കയറോ വിഷമോ വാങ്ങാനുള്ള പൈസയെങ്കിലും ഞങ്ങൾക്ക് തരണം ജീവിതം അവസാനിപ്പിക്കാൻ എന്ന് രോഹിത് കത്തിൽ പറയുന്നുണ്ട്. ജനുവരി 3 വീണ്ടും ഇവരെന്ത് ചെയ്യാണ്, ഇവർക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ബിൽഡിങ്ങുകളിലേക്കോ കയറാൻ പറ്റാത്ത സ്വഭാവത്തിൽ അവരെ ബ്രസ്റ്റ് കൽപ്പിക്കാൻ ശരിക്കും. അവിടെ നിന്നാണ് ശരിക്കും പിന്നെ വെള്ളിവാടയിലേക്ക് അവർ വരുന്നു. അവിടെ പിന്നെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ സമരത്തിൻ്റെ അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്. അപ്പം ഒരു വലിയ കാലത്ത് സസ്പെൻഷൻ, പിന്നീട് ശരിക്കും ഒരു ജാതി ബ്രസ്റ്റ് കൽപ്പിച്ച് അവർ മാറ്റി നിർത്തുന്നു. ഈ പറഞ്ഞതുപോലെ പിന്നെ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിലേക്ക് ശരിക്കും കൊണ്ടെത്തിച്ചതായിട്ടുള്ള ഒരു പീരീഡ് അതിൽ നമുക്ക് കാണാൻ കഴിയും. രോഹിത്തിൻ്റെ ആ സമയത്തിൻ്റെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഏറ്റവും ധീരനായിട്ടുള്ള ആളായിരുന്നു രോഹിത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം ധീരത പ്രകടിപ്പിച്ച ഒരുപാട് ഓർമ്മകൾ അവരൊക്കെ റീകളക്ട് ചെയ്യാറുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ബിലോങ്ങിങ്നെസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാതെ പോയി എന്നതാണ് 2 JRF ഉള്ള സയൻസിലും ഫിസിക്സിലും സോഷ്യൽ സയൻസിലും JRF ഉള്ള അത്രയും ബ്രില്യൻ്റായിട്ടൊരാളെ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്നൊരു വാക്ക് വളരെ കൃത്യമാണ് അതിൽ പ്രയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ അതിലേക്ക് വ്യവസ്ഥ, അപ്പോൾ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി വ്യവസ്ഥ അതിലേക്ക് കൊണ്ടെത്തിച്ചതാണ് ജാതി വ്യവസ്ഥ അവിടെ പാലിക്കപ്പെട്ടത്, ജാതി ഭ്രഷ്ട് കൽപ്പിച്ചത്, പുറത്താക്കിയത്. ഒരർത്ഥത്തിലും പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്വഭാവത്തിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അതെ, രോഹിത് വെമുലൻ്റെ സൂയിസൈഡിനെ പറ്റി പറയുമ്പം പിന്നെ രോഹിത് വെമുലയ്ക്ക് എപ്പോഴും ഇങ്ങനെ പറയരുത്, കാൾസാഗറിനെ പോലെ ഒരു ഗവേഷകനാവാൻ, ഒരു എഴുത്തുകാരനാവാനായിരുന്നു രോഹിത് വെമുല എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രോഹിത് വെമുലൻ്റെ ഒരു പീസായിട്ട് നമുക്ക് ആകെ കിട്ടുന്നത് രോഹിത് വെമുലൻ്റെ സൂയിസൈഡ് നോട്ട് മാത്രമാണ്. ആ സൂയിസൈഡ് നോട്ട് അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം റെലവൻസ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ അരുൺ അശോകൻ്റെ പിന്നെ ഒരു അനാലിസിസ് ഉണ്ട് ഈ സൂയിസൈഡ് നോട്ടിനെ പറ്റിയിട്ട്. അവിടെ HUL ഉണ്ടായിരുന്ന ഒരു സ്പീച്ചിൽ മൂപ്പർ പറയുന്നുണ്ട്, പിന്നെ 2 ടെമ്പോറൽ ഓർഡറുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് ലീനിയർ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് അധിഷ്ഠിത ലീനിയർ പിന്നെ ടീലിയോളജി, രണ്ടാമത്തേത് ഒരു ബ്രാഹ്മണിക് കർമ്മ ഓർഡർ. ഈ 2 ഓർഡറുകളെയും മുൻനിർത്തിയിട്ട് പിന്നെ രോഹിത് വെമുലൻ്റെ സൂയിസൈഡ് എന്തുകൊണ്ടാണ് അതൊരു പിന്നെ എന്താ പറയുക ഇതിനുള്ള എസ്കേപ്പ് അല്ല, എന്താ പറയുക, ഒരു അതിജീവനമാവുന്നത് എങ്ങനെയാണെന്ന് അരുൺ അശോകന് വിശദീകരിക്കുന്നുണ്ട് അതിൽ. പിന്നെ ഈ 1ാമത്തെ ടെമ്പോറൽ ഓർഡർ എന്ന് പറയുന്നത് ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ഓർഡറാണ്. അതിൽ എപ്പോഴും മുൻപന്തിയിലുണ്ടാവുക ഒരു പിന്നെ യൂറോപ്യൻ വെളുത്ത പുരുഷനായിരിക്കും അതിലെപ്പോഴും മുൻപന്തിയിലുണ്ടാവുക ഈ ആദ്യത്തെ ലീനിയർ ഓർഡറിൽ. 2ാമത്തെ ലീനിയർ ഓർഡർ പറയുന്നത് ഈ ബ്രാഹ്മണിക്കൽ കർമ്മ ഓർഡർ. അതിൽ എപ്പോഴും മുൻപന്തിയിലുണ്ടാവുക, പിന്നെ അതിൽ മുൻപന്തി എന്നല്ല, അതിൽ പാസ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മാത്രമായിരിക്കും പ്രസൻസ്. എന്നാൽ ഈ ആദ്യത്തെ ടെമ്പോറൽ ഓർഡറിൽ
പിന്നെ ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നീ ഓർഡറിലായിരിക്കും ഇത് പോവുക. അപ്പം അതിന് പിന്നെ ഭയങ്കര ലീനിയറായിട്ട് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നതിൽ മാത്രം അധിഷ്ഠിതമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിൽക്ക് എത്തിപ്പെടാൻ എപ്പോഴും ഈ ബാക്ക്വേർഡായിട്ട് ഇവർ വെച്ച ആളുകൾക്ക് സാധിക്കൂല. ഇവരെ കത്തിൽ, രോഹിത് വെമുലൻ്റെ കത്തിൽ പിന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പിന്നെ ദർ വാസ് നോ ഏർജൻസി ബട്ട് ഐ ഓൾവേസ് വാസ് റഷിങ്. അപ്പം ഈ റഷിങ്ങിലേക്ക് രോഹിത് വെമുലനെ എത്തിക്കുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് ഓർഡറാണ്. പക്ഷെ അതിനെക്കാട്ടും അപകടകരമായിട്ടുള്ള ഒരു ഓർഡറാണ് ഈ ബ്രാഹ്മണിക്കൽ കർമ്മ ഓർഡർ. കാരണം അതിലെന്തേ ഉള്ളൂ, പാസ്റ്റും പ്രസൻറ്റും മാത്രമല്ല, പാസ്റ്റും പ്രസൻറ്റും മാത്രമാണ്, അതിൽ ഫ്യൂച്ചർ ഇല്ല. മാത്രമല്ല പ്രസൻറ്റ്, അതിൽ പ്രസൻറ്റ് പോലും അല്ല, പാസ്റ്റിൻ്റെ ഈ ഭൂതത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് അതിലുള്ള, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മാത്രമാണ് അതിൽ പ്രസൻറ്റ്. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ഈ പ്രസൻറ്റിൽ ഒരു അമെൻമെൻറ്റ്സ് വരുത്തുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല. കാരണം പാസ്റ്റിൽ ഈ മുജ്ജന്മ പാപങ്ങളുടെ ഫലമായിട്ടാണല്ലോ ഈ പ്രസൻറ്റിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള അമെൻമെൻറ്റ്സിനും ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിനെ അരുണേട്ടൻ ഈ ഫാബിയൻ്റെ ദി അതർ ടൈമൊക്കെ വെച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു അതിജീവനം അല്ലെങ്കിൽ മുക്തി നേടുക എന്നുള്ള നിലക്കാണ് രോഹിത് ഡെത്തിനെ ചൂസ് ചെയ്യുന്നത്. അപ്പം ആ ചൂസിന് പിന്നെ അതാണ് രോഹിത് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. അതിന് അരുണേട്ടൻ ഒരു ഇമ്പോസിബിൾ പോസിബിലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ പിന്നെ സൂയിസൈഡ് നോട്ടിൽ പിന്നെ ഈ സൂയിസൈഡ് നോട്ടിൽ തന്നെ പിന്നെ രോഹിത് വെമുല അവസാനം പറയുന്നുണ്ടല്ലോ, പിന്നെ മൈ ബർത്ത് വാസ് മൈ ഫാറ്റൽ ആക്സിഡൻറ്റ്. അങ്ങനെ ബർത്ത് ഫാറ്റൽ ആക്സിഡൻ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ജാതി അധിഷ്ഠിതമായിട്ടുള്ളൊരു ടെമ്പോറൽ ഓർഡറിലാണ് ഇത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. രോഹിത്തിൻ്റെ ഒരു പിന്നെ ആ സമയത്ത് ഓർക്കുന്നുണ്ടോ അത്? പിന്നെ സംഭവം ഉണ്ടായ സമയത്ത് പിന്നെ അതിൽ പിന്നെ എനിക്ക് സവിശേഷമായിട്ട് തോന്നുന്നൊരു കാര്യം, രോഹിത്തിനെ ഇപ്പം നേരത്തെ പറഞ്ഞു, രോഹിത്തിനെ സിസ്റ്റമാണ് എന്ത് ചെയ്തത്, കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. അതിൽ ജാതി വിവേചനമൊക്കെ പറഞ്ഞു. പക്ഷെ അതേസമയം തന്നെ പ്രത്യക്ഷത്തിൽ സ്റ്റേറ്റ്, സ്മൃതി ഇറാനി അടക്കം ഇടപെടുന്നത് രോഹിത് പിന്നെ കാസ്റ്റ് അട്രോസിറ്റിക്കെതിരെ സംസാരിച്ചു എന്നതിനേക്കാളും ഇതിന്റെ സമാനം തന്നെ മുസ്ലിം കോസിൽ ഇടപെട്ടു എന്നത് വളരെ സവിശേഷമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് ഈ രോഹിത്തിന്റെ മാത്രമല്ല, രോഹിതൻ അടക്കം ആ സമയത്തുള്ള മുഴുവൻ ഈ പറയുന്ന ഒരു ബഹുജൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സുകളൊക്കെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആംഗിളാണ്. അംബേദ്കറൈറ്റ് സംഘടനകളാട്ടെ അവർ ഒരേ സമയം ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകൾ ആന്റി കാസ്റ്റ് മൂവ്മെന്റുകളുടെ ഭാഗമായി ഈ ഒരു ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ രോഹിത്തിന്റെ ഈ പെട്ടെന്നുള്ള സസ്പെൻഷനിലേക്ക് നയിക്കാനുള്ള കാരണമായിട്ടുള്ള 2-3 ഇൻസിഡൻസുകൾ. ഒന്ന്, അവിടെ എസ്ഐയുടെ തന്നെ രോഹിത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ആ സന്ദർഭത്തിലാണ് 2013 ഉത്തർപ്രദേശില് പിന്നെ മുസഫർ നഗർ കലാപം നടക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള. അപ്പോൾ അത് ഒരു സമയത്ത് ക്യാമ്പസുകൾക്കകത്ത് ആരും സംസാരിക്കാൻ തന്നെ പിന്നെ പേടിച്ചിരുന്ന സന്ദർഭത്തിൽ മുസഫർ നഗർ കലാപവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ മുസഫർ നഗർ ബാക്കി ഹേ എന്ന് പറയുന്ന ഡോക്യുമെന്ററി അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് രോഹിത് അടക്കമുള്ള അവിടെയുള്ള അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ. അതുപോലെ ഇപ്പോഴും പറയാൻ മടിക്കുന്ന, പറഞ്ഞാൽ തന്നെ തീവ്രവാദ മുദ്ര കൊണ്ടെത്തുന്ന പിന്നെ ചാർത്തപ്പെടുന്ന യാക്കൂബ് മേമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഷിന്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനുകൾ. ഈ 2 ഡിസ്കഷനുകളെ ടേക്കപ്പ് ചെയ്തു എന്നത് കൂടിയായിരുന്നു വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റേറ്റ് തന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് രോഹിത്തിന്റെ ഇഷ്യൂവിൽ എന്ത് ചെയ്യുന്നത്, ഇടപെടുന്ന രോഹിത് അടക്കമുള്ള അന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളുടെ ഇഷ്യൂയിൽ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കേസിൽ പെടുത്താൻ എൻഗേജ് ചെയ്തതായി കാണാം. ഈ ഒരു ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സിന്റെ ഒരു വിഭാവനമുണ്ട്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ രോഹിത്തിന്റെ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് വെച്ചത്. അത് ഏതർത്ഥത്തില് ഇപ്പൊ നമ്മൾ സാധാരണ ഈ ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് പറയാനുണ്ട്. ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോ അതില് സവിശേഷമായിട്ട് അഡ്രസ് ചെയ്യുന്ന സാധനം, അതുവരെ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിലപാടുകളിൽ അംഗീകരിച്ചിരുന്ന RSS ഒരു സന്ദർഭത്തിൽ ഗാന്ധിയെ നിർവഹിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പാർട്ടീഷന്റെ സമയത്ത് ഒരു മുസ്ലിം കോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് എന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ അവർ ഐക്യദാർഢ്യമുള്ള ഒരു നിലപാട് അറിയിച്ചു എന്നതുകൊണ്ടുകൂടിയാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, അത്രത്തോളം പല വിഷയങ്ങളും അനുകൂലിച്ചിട്ടും കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിലെ രോഹിത് മൂവ്മെന്റ് അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പിന്നെ റെലവെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതില് ജാതിയെ കുറിച്ച് അങ്ങനെയാണ് കണ്ടത്. ജാതി ഫെമിനിസത്തെ പോലും അങ്ങനെയാണ് ഈ മൂവ്മെന്റുകൾ നോക്കി കാണുന്നത്. ഫെമിനിസത്തിനെ പോലും
കേവലം ഒരു നിരപേക്ഷമായിട്ടുള്ള സ്ത്രീ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനപ്പുറം അതിൻ്റെ അകത്തുള്ള അവരുടെ മതം, ജാതി എന്ന അടിസ്ഥാനത്തിൽ ഈ വിവേചനത്തിൻ്റെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഒരു മുസ്ലിം വുമൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ദളിത് സ്ത്രീ അനുഭവിക്കുന്ന ഒരു വിവേചനത്തെക്കാളും ഒരു സവർണ സ്ത്രീ അനുഭവിക്കുന്ന വിവേചനത്തെയും അങ്ങനെ വേറിട്ട് തന്നെ ഒരു ഇന്റർസെക്ഷനിലായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് സാധ്യമാക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് കേരളത്തിലടക്കമുള്ള ക്യാമ്പസുകളിലേക്ക് ഇത് വ്യാപിച്ചില്ല? അപ്പൊ അന്നത്തെ സമയത്ത് തന്നെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ജോയിന്റ് ആക്ഷൻ കൗൺസിൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ആ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വ്യത്യസ്ത പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിൽ നമുക്കറിയാം, ആ സമയത്ത് തന്നെയാണ് 2017 കേരളത്തിൽ വ്യാപകമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ വ്യത്യസ്ത ഇപ്പം മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടുത്തെ ബഹുജൻ വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് സംഘടനകളൊക്കെ പ്രതിഷേധ രംഗത്തുണ്ട്. വ്യാപകമായ അറസ്റ്റുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കേരളത്തിലടക്കം ജയിൽവാസം അനുഭവിക്കുന്നുണ്ട് അതിന്റെ പേരിൽ വ്യത്യസ്ത വിദ്യാർത്ഥികൾ. അപ്പോൾ എന്നാൽ ഒരു തുടക്കഘട്ടത്തിൽ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി 60ഓളം സംഘടനകളെ വെച്ചുകൊണ്ട് കേരളത്തിൽ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ആ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഇന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പല രൂപത്തിൽ അതിന്റെ ഒരു വിഭാവനം ഉണ്ടാകുമ്പോൾ പോലും കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഈ രോഹിത് വെമുല മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയത്തെ നിരന്തരം അതിനെ ഡെമനൈസ് ചെയ്യാനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇവിടെ ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളടക്കം കേരളത്തിൽ നിന്ന് വന്ന മലയാളി സഖാക്കളാണ് ആ പൊളിറ്റിക്സിനെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, റദ്ദ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് പറയാനുള്ള സവിശേഷ കാര്യം എന്ന് പറയുന്നത്, അത് രോഹിത്തിന്റെ മൂവ്മെന്റ് ഇപ്പോൾ നമ്മൾ പുതിയ അതിന്റെ ഒരു മൂവ്മെന്റിന്റെ മുന്നോട്ട് പോക്കിൽ ഇന്ന് എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ന് അവിടെ ആ സന്ദർഭത്തിൽ സ്വത്വവാദം ആരോപിച്ച SFI ASIയുമായിട്ട് കൂട്ടുകൂടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത് ഞാൻ പറഞ്ഞ ഒരു ലാർജർ പൊളിറ്റിക്കൽ കോൺടാക്സ്റ്റ് അനുസരിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം പലപ്പോഴും എന്ത് ചെയ്യും, അതിന്റെ ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ദളിത് ക്വസ്റ്റ്യൻസ്, ആദിവാസി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഗ്രസീവ് ഇതായിട്ട് അബ്സോർബ് ചെയ്യുകയും എന്നാൽ ഇപ്പോഴും ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അകത്ത് ഇപ്പോഴും ടെററൈസ് ചെയ്യപ്പെടുന്ന, ഡെമനൈസ് ചെയ്യപ്പെടുന്ന മുസ്ലിം ക്വസ്റ്റ്യൻ ഇപ്പോഴും ആന്റി നാഷണൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫ്രെയിംവർക്കിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു ലാർജർ ലിബറൽ ലെഫ്റ്റ് ഫ്രെയിംവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അടക്കം കാണുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടൊരു ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത് രോഹിത് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇസ്ലാമോഫോബിയക്കെതിരെ, മുസഫർ നഗർ കലാപത്തിനെതിരെ സംസാരിക്കുന്ന, യാക്കൂബ് അഹമ്മദിന്റെ ഇഷ്യൂ ഉയർത്തുന്ന ഇങ്ങനെ ഒരു അംബേദ്കറൈറ്റ് ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സിനെയാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രോഹിത് വിഭാവന ചെയ്തത് എന്ന് കാണാൻ കഴിയും. അതെ, രോഹിത് മുന്നോട്ട് വെച്ച പിന്നെ അഡ്വക്കേറ്റ് ചെയ്തൊരു ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോൾ പിന്നെ അദ്ദേഹം ആദ്യം SFIയിലത്തെ മെമ്പറായിരുന്നു, SFIക്കാരനായിരുന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെ ASIയിലേക്ക് വരികയാണ്. അപ്പം SFI ആയിരിക്കെ അദ്ദേഹം SFIയുടെ ആൻറ്റി മുസ്ലിം ക്വസ്റ്റ്യൻസിനൊക്കെ ഭയങ്കര ഓപ്പൺലി ക്രിട്ടിക്ക് ചെയ്യുന്ന പിന്നെ കുറേ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഒരു ബയോടെക്നോളജി സ്റ്റുഡൻ്റ് ആയിട്ടാണ് രോഹിത് പിന്നെ HUയിലേക്ക് വരുന്നത്. പിന്നീട് സോഷ്യൽ സയൻസിലേക്ക് മാറുകയാണ്. അപ്പം ബയോടെക്നോളജി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന രോഹിത് അവിടെ പിന്നെ നാച്ചുറൽ ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് HUയിൽ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ, അത് ഭയങ്കര ABVP പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. പക്ഷെ അവിടെ രോഹിത് പോയിട്ട് പിന്നെ കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി പറയുകയും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സംസാരിക്കുകയും അവിടെ ഉള്ള കുട്ടികളെ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിന്. മാത്രമല്ല, രോഹിത്തിൻ്റെ സമയത്താണ് ഈ ASI അലയൻസ് പിന്നെ ഫസ്റ്റ് യൂണിയനിൽ വരുന്നതും കൂടി. ഈ തരത്തിലുള്ള കുറേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പിന്നെ രോഹിത്തിൻ്റെ ലൈഫിൽ HU കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇൻ്റർസെക്ഷനാലിറ്റി പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പം പിന്നെ SFIയിൽ അത് ഭയങ്കര ലാക്കിംഗ് ആയതുകൊണ്ടും കൂടിയാണ് പിന്നെ രോഹിത് SFIയിൽ നിന്ന് മാറുന്നത്. ഷാൻഖൻ്റെ ക്യാമ്പസ് അലൈവിലുള്ള ആർട്ടിക്കിളിൽ മൂപ്പർ പറയുന്നുണ്ട്, പിന്നെ ഷാൻഖനായിട്ട് രോഹിത് നിരന്തരം ഈ ഇവിടുത്തെ കേരളത്തിലുള്ള ദളിത് രാഷ്ട്രീയ ബുദ്ധിജീവികളെ പറ്റിയിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പം ബാബുരാജിനെ പോലെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് നിരന്തരം അന്വേഷിക്കുമായിരുന്നു. കാരണം ഈ തരത്തിലുള്ള ബ്രാഹ്മണിക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പിന്നെ എൻറ്റിറ്റികളുടെ ക്രിട്ടിക്കുകൾ രോഹിത് വെമുല എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതായിട്ട് കാണാൻ കഴിയും. ഒപ്രസ്ഡ് യൂണിറ്റി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയ രോഹിത് ഭയങ്കരമായി പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഒക്കെ ട്രിഗർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 2015 രോഹിത്തിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അറിയുന്നത്.
പിന്നീട് രോഹിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ അദ്ദേഹത്തെ വായിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സൊക്കെ അറിയുന്നുണ്ട്. അതിന് രോഹിത്തിൻ്റെ പിന്നെ മേർഡർ ഉണ്ടാകുന്ന അന്ന് പിന്നെ വളരെ ഷോക്കിംഗായി പിന്നെ SIOൻ്റെ ഓഫീസിലാണ് ഞാൻ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ രോഹിത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. രോഹിത്തിനെ വ്യക്തിപരമായി അറിയുന്ന ആളുകൾ ഉണ്ട്, വായിച്ചറിയുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഭയങ്കരമായ ഷോക്കിങ്, എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഭയങ്കരമായ ഒരു ഷോക്കിംഗ് അറ്റ്മോസ്ഫിയർ അന്ന് ഉണ്ടായത് ഓർമ്മയുണ്ട്. പിന്നീട് ഈ അപ്രസ്ഡ് യൂണിറ്റി എന്നുള്ളത് ഭയങ്കരമായി ക്യാമ്പസുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, രോഹിത് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതോടുകൂടെ അത് വ്യാപിക്കുന്നുണ്ട്. ഇപ്പം അതിന് ശേഷം വന്ന വ്യത്യസ്ത സമരങ്ങൾ, ഹൈദരാബാദിൽ നടക്കുന്ന സമരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അറസ്റ്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ട് സമരങ്ങൾ, അതിൽ പിന്നെ ആ സമയത്ത് VC ആയിരുന്ന അപ്പാറാവു ക്യാമ്പസ് വിട്ടു പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് വലിയ പ്രക്ഷോഭം ക്യാമ്പസിലുണ്ടാകുന്നു. അന്ന് ആ പ്രക്ഷോഭത്തിൽ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞ സ്വഭാവത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ദേശീയ പ്രസിഡൻ്റാക്കിയിട്ട് റമീസ്, ഷാന്, മുൻസിഫ് അടക്കമുള്ള നമ്മുടെ എനിക്ക് വ്യക്തിപരമായി പരിചയം ഉണ്ടായിരുന്നതും അല്ലാത്തതുമൊക്കെ ധാരാളം ആൾക്കാർ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ വിട്ടയക്കാവുന്ന സ്വഭാവത്തിൽ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആലോചിച്ചാൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ, SIO അടക്കമുള്ള മുസ്ലിം സംഘടനകൾ അത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. കേരളത്തിലേക്ക് ആ ഒരു അപ്രസ്ഡ് യൂണിറ്റി എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയയെ ഭയങ്കരമായി കൺവേ ചെയ്യാൻ ഈ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ജയിലിലടക്കപ്പെടുന്നു. ഞാനൊക്കെ അന്ന് പിന്നെ 10-11 ദിവസത്തോളം ജയിലിൽ കഴിയുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ഐഡിയ ഭയങ്കരമായി കൺവേ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും കേരളത്തിലെ നേരത്തെ അൻവർക്ക് പറഞ്ഞ പോലെയുള്ള ഒരു ഭയങ്കരമായൊരു ലെഫ്റ്റ് ഡൊമിനൻ്റായ സ്പേസിൽ പോലും ഒരർത്ഥത്തിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടാനൊക്കെ ഉള്ളൊരു സന്ദർഭമായിട്ട് അത് മാറുന്നുണ്ട്. പിന്നീട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്വഭാവത്തിൽ അതിനെ വീണ്ടും ഡൊമിനൈസ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ ടെർമിനോളജികൾ ഉപയോഗിച്ച് പിന്നെ സ്വത്വവാദികൾ എന്നുള്ളതും ഭീകരവാദികൾ എന്നുള്ളതും എന്താണ് പിന്നെ ദേശവിരുദ്ധർ എന്ന സ്വഭാവത്തിലൊക്കെ ഉള്ള ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈദരാബാദിലേക്ക് ഇതിന് ശേഷം പോകാനുള്ളൊരു താല്പര്യമൊക്കെ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടുണ്ടാകുന്നത് ഈ ഒരു വാർത്തകളിലൂടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ഹൈദരാബാദിലേക്ക് പോയതിന് ശേഷമാണ് ഹൈദരാബാദിൽ യൂണിവേഴ്സിറ്റിയിലെത്തുന്നു, പഠിക്കാൻ PGക്ക് വേണ്ടി അവിടെ എത്തുന്നു. ASIയുമായി കുറേ കൂടി അടുത്ത് ഇടപെടാനും പിന്നെ ASIയിൽ തന്നെ പ്രവർത്തിക്കാനും അന്ന് രോഹിത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ബാക്കി 4 സ്കോളേഴ്സ്, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന SI ലീഡേഴ്സ്, അവരുമായിട്ട് വ്യക്തിപരമായിട്ട് അടുക്കാനും സംസാരിക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നു. SIയുടെ ഒപ്പം തന്നെ മത്സരിക്കാനും ക്യാമ്പസിൽ പിന്നെ യൂണിയൻ പ്രവർത്തനങ്ങളിലടക്കം പങ്കുകൊള്ളാനൊക്കെ കഴിയുന്നൊരു സാഹചര്യം പിന്നീട് ഹൈദരാബാദിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊരു ഐഡിയ ഭയങ്കരമായി പിന്നെ ഒപ്രസ്ഡ് യൂണിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത്തരം പിന്നെ മാർജിനുകളിൽ വരുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കാൻ, അവരോട് ഇടപഴകാൻ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ ഒരു ലൈഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ക്യാൻവാസ് തന്നെ ശരിക്കും തുറന്നു തരുന്നതിൽ ആ ഒരു മൂവ്മെൻറ്റും ആ സന്ദർഭവും ഭയങ്കരമായ വ്യക്തിപരമായി എനിക്കുണ്ടാകുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ സന്ദർഭത്തിൽ ആ ഒരു മൊമെൻറ്റിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾക്ക് ആ സ്വഭാവത്തിലുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ അതിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു പൊളിറ്റിക്സ് പിന്നെ അതെന്തുകൊണ്ട് വളരെ വിസിബിളായിട്ട് ക്യാമ്പസുകളിൽ വരുന്നില്ല എന്നത് നമ്മൾ സവിശേഷമായിട്ടത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഈ പറയുന്ന ഇപ്പോൾ രോഹിത് മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച അതല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം എന്ന് തന്നെ ഇവിടെ ചരിത്രപരമായിട്ട് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഈ മാർജിൻസിൽ നിന്ന് വരുന്ന കമ്മ്യൂണിറ്റീസും അവരുടെ ലീഡേഴ്സും. അതുകൊണ്ടാണ് ഒരു 2015 വരെ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം 2000 തുടക്കം 2005 2006 ഈ OBC റിസർവേഷൻ വരുന്നത് വരെ അടക്കം JNUവിൽ പോലും അംബേദ്കറിന്റെ പോർട്രേറ്റുകൾ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഈ പറയുന്ന ഐക്കണുകളിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ രാഷ്ട്രീയ വിജ്ഞാനം നേടുന്നത്. അപ്പോൾ ജ്യോതിറാവു ഫൂലെ പോലെ, സാവിത്രിബായി ഫൂലെ പോലെയുള്ള ആളുകൾ ക്യാമ്പസുകളിലും പബ്ലിക്കിലും കേട്ടു തുടങ്ങുന്ന ഈ ഒരു പൊളിറ്റിക്സ് വിസിബിൾ ആയതിനു ശേഷം. പക്ഷെ കേരളത്തിൽ അതിനേക്കാളും വലിയൊരു ചരിത്ര സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ്. വ്യത്യസ്ത കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിലുള്ള സംഘാടനങ്ങൾ, സംവരണ പോരാട്ടങ്ങളുടെ ചരിത്രമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ ചരിത്രമാവട്ടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രമാവട്ടെ, പൊയ്കയിലപ്പച്ചൻ്റെ ചരിത്രമാവട്ടെ,
ഡോക്ടർ പൽപുവിൻ്റെ ചരിത്രമുണ്ട്. ഇങ്ങനെ വളരെ വേറിട്ട തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ ഒരു മണ്ണ്, ജാതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ അടക്കം ഒരു പിന്നെ വലിയൊരു ചരിത്രം പേർന്നൊരു മണ്ണായിട്ട് കൂടി എന്തുകൊണ്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിരന്തരം ഇവർ അദൃശ്യരാക്കപ്പെടുന്നു എന്നത് കേരളത്തിൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച് സവിശേഷമായി ആലോചിക്കുകയാണ്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് അടക്കമുള്ള ആളുകൾ ഈ ഐക്കണുകളെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾ ഉയർത്തുമ്പോഴാണ് ഇത് ക്യാമ്പസിൻ്റെ പൊളിറ്റിക്സിൽ തന്നെ ഈ ഐക്കണുകൾ തന്നെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതേസമയം ഇതൊരു എന്തുകൊണ്ടാണ് ലെഫ്റ്റ് പൊളിറ്റിക്സിനോട് ഇവിടെയുള്ള ലെഫ്റ്റും റൈറ്റും അടങ്ങിയ പരമ്പരാഗത പൊളിറ്റിക്സിനോട് പിന്നെ രോഹിത്തിൻ്റെ മൂവ്മെൻറ്റുകളടക്കം പിന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഈ ബഹുജൻ കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ മൂവ്മെൻറ്റുകളും സംവദിച്ചത് എന്ന് പറയുന്നത് അവർ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കമ്മ്യൂണിറ്റികളെ എന്ത് ചെയ്യും ടോക്കനൈസ് ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. അഥവാ നിങ്ങളുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ വേണ്ടി ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണുന്ന എന്നതല്ല, മറിച്ച് അവർ ഉന്നയിച്ച ഒരു റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ പൊളിറ്റിക്സിൽ വേണമെന്നാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഒരേ സമയം പിന്നെ ഇപ്പോൾ SFI അടക്കമുള്ള സംഘടനകൾക്ക് വലിയ പിന്നെ ഈ പറയുന്ന വലിയ വിഭാഗങ്ങൾ വോട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ സവർണ്ണ സംവരണത്തെക്കുറിച്ച് ഒരു പ്രശ്നവുമില്ലാതെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റികളുടെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അവരുടെ പൊളിറ്റിക്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള റെപ്രസെൻറ്റേഷന് ഇല്ല എന്നതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പിന്നെ മൂവ്മെൻറ്റുകൾ നിരന്തരം എന്ത് ചെയ്യുന്നത് കേരളത്തിൽ അവഗണിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ചെഗുവേര അടക്കമുള്ള ആളുകൾ, അതായത് സ്റ്റാലിൻ ആകട്ടെ ചെഗുവേര ആകട്ടെ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ഫിയറുമായിട്ട് ഒരു നിലയ്ക്കും ബന്ധമില്ലാത്ത ആളുകളാണ്. അവരുടെ അടക്കം ആഘോഷിക്കപ്പെടുന്നിടത്ത് എന്തുകൊണ്ട് വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റോളുള്ള ഇത്തരം ലീഡേഴ്സിനെ അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ ഒരു സന്ദർഭം കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് പൊളിറ്റിക്സും വർഗരാഷ്ട്രീയം ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് ഏത് ഇപ്പോൾ രാജ്യത്തെടുത്തു പോയാൽ ഇപ്പോൾ ശ്രീലങ്കയിലാകട്ടെ പിന്നെ റഷ്യയിലാകട്ടെ എപ്പോഴും അവിടെയുള്ള ഒരു ഭൂരിപക്ഷ ദേശീയതയുടെ ഭാഷയിലേക്ക് ഒരു സമയം കഴിയുമ്പോൾ അവർ പരിവർത്തിക്കപ്പെടുന്നതാണ്. അപ്പോൾ ശ്രീലങ്കയിൽ സിംഹള ദേശീയ ഭാഷയിലേക്ക് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പരിവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം. റഷ്യയിൽ സ്ലാവ് ദേശീയ ഭാഷയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നതായി കാണാം. അപ്പോൾ ഈ ഒരു ദേശീയ ഭാഷാ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് വർഗരാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്നതാണ് കാൻഷിറാമും അംബേദ്കർ അടക്കമുള്ള ബഹുജൻ ചിന്തകർ ഈ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആശയ വിമർശനം തന്നെ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ അകത്ത് നിരന്തരം കാണാം. അപ്പോൾ ഇത് സമുദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന നേരെ എന്ത് ചെയ്യും, അതിനെ അടിച്ചമർത്താൻ സാമുദായികവാദി വർഗീയവാദം ഉപയോഗിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിച്ചാൽ ഒരു ഭീകരവാദിയാവും. അപ്പോൾ ഇത് ഈ പറയുന്ന പിന്നെ തീവ്ര ദേശീയവാദ ഫ്രെയിംവർക്കിൻ്റെ അതേ നരേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊളിറ്റിക്സിനെ നിരന്തരം എന്ത് ചെയ്യുന്നത് റദ്ദ് ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള ഏതെങ്കിലും പിന്നെ ദളിത് കമ്മ്യൂണിറ്റീസ് പെട്ട ലീഡേഴ്സ് ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിച്ചാൽ അവരെ എന്ത് ചെയ്യും, ഇപ്പോൾ ബിരിയാണി ദളിത് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവരെ ഡെമണൈസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിനകത്ത് ലെഫ്റ്റ് അടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഭാവുകത്വം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് രോഹിത്തിൻ്റെ ഒരേ സമയം അവർക്ക് സമ്മേളന നഗരിക്ക് രോഹിത് നഗർ എന്ന് പേരിടുകയും ചെയ്യും, പൊളിറ്റിക്സിലൂടെ രോഹിത്തിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും മുന്നേറ്റ രാഷ്ട്രീയത്തെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ മേഡറിന് ശേഷമാണ് രോഹിത് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ തെരുവുകളിൽ കേരളത്തിൻ്റെ ഒരു സ്ഫിയറിലൊക്കെ അലയലികൾ ഉണ്ടാക്കുന്നു. കേരളത്തിലെ JAC ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു. വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ധാരാളം റെപ്രസെൻറ്റേറ്റീവ്സ് അതിലുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സമരങ്ങൾ രൂപപ്പെടുന്നു. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ശരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പോലുള്ളൊരു മൂവ്മെൻറ്റൊക്കെ രൂപപ്പെടുന്നത്. അവിടെ ഉണ്ടാകുന്ന ചർച്ചയിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകൾ ഒരു ബിലോങ്ങിങ് സ്പേസ് ഉണ്ടാവുകയും അവരുടെ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, റെപ്രസെൻറ്റേഷൻ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കോമൺ പോയിന്റുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകണം എന്ന ആലോചനയിൽ നിന്ന് തന്നെയാണ് ശരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പിറവിയെടുക്കുന്നത്. ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ രോഹിത് മൂവ്മെൻറ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന സ്വഭാവത്തിൽ തന്നെ ശരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. ഫ്രട്ടേണിറ്റിയുടെ അതിൻ്റെ ഒരു ഇൻസെപ്ഷന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയിൽ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രോഹിത് അടക്കമുള്ള ഐക്കണുകളെ മൂവ്മെൻറ്റ്
അതിൻ്റെ ക്യാമ്പസ് പ്രവർത്തനങ്ങളുടെയും ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെയും ക്യാമ്പസ് ഇടപെടലിൻ്റെയും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉയർത്തി കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു തരത്തിലും വരാതിരുന്ന അത്തരം ഐക്കണുകളെ അംബേദ്കർ പോലും പരിചയം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ക്യാമ്പസുകൾക്ക്. അംബേദ്കർ, രോഹിത് വെമുല, അയ്യങ്കാളി, ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത്, ഇങ്ങനെയുള്ള കേരളത്തിൽ തന്നെ ചരിത്രത്തിലും ഇന്ത്യയിലെ ചരിത്രത്തിലൊക്കെയുള്ള ഇൻ്റർനാഷണൽ നോക്കിയാൽ തന്നെയും ഒരു ചെഗുവേര മാത്രമായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ഫിഗറായി വന്നിരുന്നത്. മാൽക്കം എക്സിനെയൊക്കെ കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആരാണ് ഈ കണ്ണട്ട ആൾ എന്ന് ചോദിച്ചിരുന്ന വ്യത്യസ്ത ക്യാമ്പസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐക്കണുകളെ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഫെമിലിയറാക്കി, അല്ലെങ്കിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെടാവുന്ന ഫിഗറുകളാണ് എന്ന് പഠിപ്പിച്ചു എന്നത് ശരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നിർവഹിച്ച ചരിത്രപരമായ ദൗത്യമാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രോഹിത് മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ചയിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് രൂപപ്പെടുന്നതും ആ ചർച്ചയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ അടിത്തറകൾ രൂപപ്പെടുന്നതും എന്നുള്ളതും ഈ ഒരു രാഷ്ട്രീയത്തെ ഒപ്രസ്ഡ് യൂണിറ്റി എന്ന സ്വഭാവത്തിലുള്ള ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഈ ഒരു ഇൻ്റർസെക്ഷനാലിറ്റിയെ കണ്ടെത്താനും ഒരു വ്യത്യസ്ത മാർജിനലൈസ്ഡ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ബിലോങ്ങിങ് സ്പേസ് എന്ന സ്വഭാവത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും അത് അവരുടെ എല്ലാവരുടെയും ഒരു എംപവർമെൻറ്റിന് വേണ്ടിയും അത് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റിയെ വിഭാവനം ചെയ്യപ്പെടുന്നതും രൂപപ്പെടുത്തുന്നതും അതിൻ്റെ തുടർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും.